നമുക്ക് ഒരു പുതിയ കാര്യം, ഈശോയിൽ വെളിപ്പെട്ട ഒരു പുതിയ കാര്യം നമുക്ക് ഈശോ മനസ്സിലാക്കി തരികയാണ്. പഴയ കാര്യമല്ല, ഒരു പുതിയ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ആ പാട്ടൊക്കെ ഇങ്ങനെ പാടുന്നത്. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. എന്താ പാട്ടറിയാമോ? നമുക്ക് ചേർന്ന് പാടിയാലോ? പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഒരു പുതിയ കാര്യം, ഇതുവരെ കേൾവിയില്ലാത്ത ഒരു കാര്യം, ഇതുവരെയും നമ്മുടെ ചരിത്രത്തിൽ കേൾക്കാത്ത ഒരു കാര്യം. അപ്പം ഞാനിങ്ങനെ തിരക്കി, എൻ്റെ ദൈവമേ, ഇതെന്താണ് ഈ കാര്യം? പുതിയ കാര്യം. അതാണ് ഹബക്കൂക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യമാണ്, ദൈവവചനമാണ്. പുതിയൊരു കാര്യം കർത്താവ് ചെയ്യാൻ പോകുന്നു. ഹബക്കൂക്ക് 1:5. അപ്പം ഞാൻ അങ്ങനെ, കർത്താവേ, എന്താ ഈ പുതിയ കാര്യം? ഞാൻ ചിന്തിച്ചു, കർത്താവ് ഈശോ മിശിഹ ചെയ്ത എല്ലാ കാര്യവും പഴയ നിയമത്തിലുണ്ട്. കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച്, പഴയ നിയമത്തിലും അതുണ്ട്. ഏലിയായും ഏലിഷായും ഒക്കെ ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത് അപ്പം വർദ്ധിപ്പിച്ച് ദൈവജനത്തിന് കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. ഏലിഷായുടെ അടുത്ത് 20 അപ്പം കൊണ്ട് ഒരാൾ വന്നു. സഞ്ചിയിൽ 20 അപ്പമേ ഉള്ളൂ. ഏലിഷായ്ക്ക് ശിഷ്യന്മാർ തന്നെ 100 പേരുണ്ട്. ഏലിഷ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ശിഷ്യന്മാർ കുനിഞ്ഞിരിക്കുകയാണ്. 20 അപ്പം, ഒരു പീസ് പോലും കിട്ടത്തില്ല, പട്ടിണി ഇരിക്കുകയാണ് ആശ്രമത്തിൽ. അപ്പോഴാണ് ഏലിഷ പറഞ്ഞ്, വിഷമിക്കേണ്ട, സഞ്ചിയിലുള്ള അപ്പം എടുത്തിട്ട്, കർത്താവേ, തടിമാടന്മാരായ ശിഷ്യന്മാരാണേ, ഒറ്റ പ്രാർത്ഥന, 100 പേരും ഭക്ഷിച്ച് തൃപ്തി വന്നു. അപ്പം പഴയ നിയമത്തിലും അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമുണ്ട്. ഇപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, 5000 പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചതാണോ പുതിയൊരു പ്രവൃത്തി? അല്ല, പഴയ നിയമത്തിലും അതുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, കുഷ്ഠരോഗം മാറ്റിയതാണോ? അല്ല, പഴയ നിയമത്തിലും കുഷ്ഠരോഗം മാറുന്ന സംഭവങ്ങളുണ്ട്. മോശയുടെ സഹോദരി ആരാ? മിരിയാം. കുഷ്ഠരോഗം വന്നു, പിറുപിറുത്തപ്പോൾ കുഷ്ഠരോഗം വന്നു. മോശ പ്രാർത്ഥിച്ചു, കർത്താവേ, സൗഖ്യം കൊടുക്കണേ. മോശയുടെ പ്രാർത്ഥന കേട്ട് ദൈവം സൗഖ്യം കൊടുത്തു. അപ്പോൾ കുഷ്ഠരോഗം മാറി. അങ്ങനെ ധാരാളം കേസസ് പഴയ നിയമത്തിലുണ്ട്. ഇനി സൗഖ്യം കിട്ടുന്ന സംഭവങ്ങളാണോ? മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തി അനേകരെ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലെ ഇല്ലാത്ത, പഴയ നിയമത്തിലില്ലാത്ത, പുതിയ നിയമത്തിൽ മാത്രമുള്ള ആ പുതിയ കാര്യം എന്താ? പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പുതിയ കാര്യം, അതെന്താ? മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണോ? ഞാൻ ചിന്തിച്ച് ഇനിയിപ്പോൾ അതായിരിക്കും. പക്ഷേ പഴയ നിയമത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന സംഭവമുണ്ട്. ഏലിയ, ഏലിഷ മരിച്ചവരെയൊക്കെ ഉയർപ്പിക്കുന്നുണ്ട്. രോഗസൗഖ്യം, ഹെസക്കിയയുടെ രോഗശാന്തിയെക്കുറിച്ചൊക്കെ നമ്മൾ യെശയ്യായുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. രോഗസൗഖ്യമോ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒന്നുമല്ല, പുതിയ ഒരു കാര്യം. എന്താണ് ആ പുതിയ കാര്യം? സ്വന്തം ജീവൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ നമ്മുടെ സഹോദരൻ പറഞ്ഞു, സ്വന്തം ജീവൻ കൊടുക്കുന്നതാണ് പുതിയ കാര്യം. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ പഴയ നിയമത്തിലും യഥാർത്ഥത്തിൽ ഈ ജെറമിയ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. ഇഷ്ടം പോലെ ആളുകൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്, അടിച്ച് തകർത്ത്, ഇഷ്ടം പോലെ. അപ്പം ഇവരെല്ലാം സ്വന്തം ജീവൻ കൊടുത്തു ദൈവജനത്തിന് വേണ്ടി. മോശയൊക്കെ എപ്പോഴൊക്കെ ജനം പാപം ചെയ്യുമോ അപ്പോഴെല്ലാം ദൈവത്തോട് പറയും, ദൈവമേ, ഈ പാപം അവരുടെ മേലിടരുതേ, ഇതെൻ്റെ മേൽ ചുമത്തിക്കോ. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരെടുത്ത് മാറ്റിക്കോ. മോശ എന്താ ചെയ്തേ? മോശ ബലിയാടാകുകയായിരുന്നു. മോശ സ്വന്തം ജീവൻ ഈ ജനത്തിന് വേണ്ടി ഇല്ലാതാക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എന്താണ് ഈ പുതിയ കാര്യം, പുതിയ പ്രവൃത്തി? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈശോ തരുന്ന ഒരു ബൈബിൾ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു പുതിയ കാര്യം, പഴയ നിയമത്തിലെങ്ങുമില്ലാത്ത, പുതിയ നിയമത്തിൽ മാത്രമുള്ള ഈശോ തുടങ്ങി വെച്ച ഒരു വീര്യപ്രവൃത്തി. അതെന്തിനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്? ഈശോ അത് തുടങ്ങി വെച്ചപ്പോൾ എന്തേലും ലക്ഷ്യം കാണും, എന്തേലും അതിനൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്,
അങ്ങനെയെങ്കിൽ നമ്മളത് അറിഞ്ഞിരിക്കണം. ആ പുതിയ പ്രവൃത്തി എന്താണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താല്പര്യമില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പുതിയ പ്രവൃത്തി അത് മനസ്സിലാക്കാൻ നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു കേൾക്കാം. മർക്കോസ് 1:21 മുതൽ 27 വരെ വായിക്കാം. അവർ കഫർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇത് എന്ത്? അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുതിയ ഒരു പ്രവൃത്തി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുവരെയും യഹൂദരുടെ ഇടയിൽ ഇല്ലാതിരുന്ന, പഴയ നിയമത്തിൽ ഇല്ലാതിരുന്ന ഒരു പുതിയ പ്രവൃത്തി എന്താണെന്നറിയാമോ? ഈശോ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗത്തിൻ്റെ ഇടയിൽ ഈശോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷയം ഏതെങ്കിലും ആകട്ടെ, ദൈവസ്നേഹത്തെക്കുറിച്ചോ പാപമോചനത്തെക്കുറിച്ചോ ധൂർത്തപുത്രൻ്റെ ഉപമയെക്കുറിച്ചോ സക്കേബൂസിൻ്റെ സംഭവം വീണ്ടും ആവർത്തിക്കുന്ന എന്തുമാകട്ടെ, ഈശോ ഇങ്ങനെ പള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അഷ്ടസൗഭാഗ്യങ്ങളാകട്ടെ, ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ മൂലയ്ക്ക് ഇവിടെ അല്ല, ആ പള്ളിയുടെ മൂലയ്ക്ക് നിന്ന് ഒരാൾ ചിരിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക രീതി ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് അതൊരു അലറലായി മാറി. അതൊരു പ്രത്യേകതരം അലറലായി. എന്തായി? അലറാൻ തുടങ്ങി. ഇവിടെ അല്ല, ഇവിടെങ്ങും ഇല്ല, അങ്ങ് ദൂരെയുള്ള ദേശത്തൊക്കെ ഉണ്ട് ഈ അലർച്ച. അലറാൻ തുടങ്ങി. ചെവി അടിച്ചു പോകുന്ന രീതി അലറാൻ തുടങ്ങി. അടുത്തിരിക്കുന്ന ആളുകൾ നോക്കിയപ്പോൾ ഇതെന്തോ ഇതാരാ ഇത് കരയുന്നേ? ഇത് വടക്കേ വീട്ടിൽ മത്തായിച്ചൻ ഇരുന്ന് അലറുക. ബാക്കി ഇത്രയും നാൾ ഈ മത്തായിച്ചൻ പള്ളി വരുമായിരുന്നു. അവിടുത്തെ പ്രവാചകന്മാരും അവിടുത്തെ ഫരീസയന്മാരും അവിടുത്തെ നാട്ടിലെ നിയമജ്ഞരും അവിടുത്തെ പുരോഹിതന്മാരും എല്ലാം പ്രസംഗം നടത്തും. സുവിശേഷ പ്രസംഗം, നോമ്പുകാല പ്രസംഗമൊക്കെ പ്രത്യേകിച്ച് അവർക്കുണ്ടായിരുന്നു. പെസഹക്കാല പ്രസംഗം ഉണ്ടായിരുന്നു. അന്നേരം ഈ മത്തായിച്ചനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. മത്തായിച്ചൻ പക്ഷേ ഈശോ പ്രസംഗിച്ചത് മത്തായിച്ചനെ കുറിച്ചല്ല, മത്തായിച്ചൻ്റെ ഭാര്യയെക്കുറിച്ചല്ല, മത്തായിച്ചൻ്റെ റബ്ബർ എസ്റ്റേറ്റിനെ കുറിച്ചല്ല, മത്തായിച്ചൻ പലിശ കൊടുക്കുന്നതിനെ കുറിച്ച് ഒന്നുമല്ല. മത്തായിച്ചനെ കുറിച്ചേ ഈശോ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഈശോ പ്രസംഗിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ മത്തായിച്ചൻ ആദ്യമേ പെരിയ പല്ല് കാണിച്ച് ചിരിച്ച്, പെരിയ ശബ്ദം ഉണ്ടാക്കി ചിരിച്ച് ഒരു അലറലായി മാറി. അടുത്തിരിക്കുന്ന ആളുകൾ പറയും, മത്തായിച്ച എന്ത് സംഭവിച്ചു? മത്തായിച്ചന് അലർച്ച നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി വകുപ്പ് വേറൊരു വകുപ്പാണ്. ഈശോ പ്രസംഗം അവിടെ നിർത്തി. ഇനിയും ബാക്കി കാര്യം ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് മത്തായിച്ചനെ മത്തായിച്ചനെ വിളിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, മത്തായിച്ചനിലുള്ള ദുഷ്ടപിശാചിനോട് പറഞ്ഞു, നസറേയനായ യേശുവാണ് ഞാൻ പറയുന്നു, വിട്ടുപോ മത്തായിച്ചനെന്ന്. മത്തായിച്ചൻ പുതുക്കനാരോ നടിച്ചിട്ട് തറയിൽ വീണ് ദേവാലയത്തിൻ്റെ നടുക്ക് കിടന്നിട്ട് മത്തായിച്ചൻ അങ്ങനെ കാണിച്ചു. പിന്നെ മത്തായിച്ചൻ പെതിയെ എഴുന്നേറ്റ് പോയി മൂലയ്ക്കിരുന്നു. മത്തായിച്ചൻ ഓക്കെ. അപ്പോൾ ഈ ജനം പറഞ്ഞു, ദൈവമേ, കഴിഞ്ഞ ആഴ്ച മത്തായിച്ചൻ പള്ളി വന്നാണല്ലോ, കഴിഞ്ഞതിൻ്റെ മുമ്പ് എത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഈ മത്തായിച്ചനെ അറിയാം, മത്തായിച്ചൻ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ ആശാരി പയ്യൻ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മത്തായിച്ചൻ എന്താ ഈ അലറാൻ കാര്യം? ആളുകൾക്ക് പേടിയായിപ്പോയി. ഈ മത്തായിച്ചനുള്ള പിശാചിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്തായിരുന്നു അത്? എന്ത് ബാധിച്ചാണെന്ന്? മത്തായിച്ചനെ ബാധിച്ചത് അശുദ്ധാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൻ്റെ അരൂപിയായിരിക്കാം, പൊർണോഗ്രഫിയുടെ ഈ അശ്ലീല സൈറ്റുകൾ കാണുന്നതിൻ്റെ അരൂപി. അശുദ്ധാത്മാവാ,
മറിച്ച് അശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ മത്തായിച്ചൻ പള്ളിയിലും വരും, രാത്രി തരം കിട്ടുമ്പോൾ പൊർണോഗ്രഫിയും കാണും. അപ്പോൾ ഇങ്ങനെയുള്ള അശുദ്ധി മനസ്സിൽ വെച്ചിട്ട് വന്നിരിക്കുന്ന ഒരാള് ഈശോ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അശുദ്ധാത്മാവ് മത്തായിച്ചനെ അലറാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഹല്ലേലൂയ, സ്വരമെഴുതി ഹല്ലേലൂയ. ഇതാണ് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരധികാരത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു സംസാരിച്ചാൽ പിശാചിന് പിടിച്ചു നിൽക്കാനാവില്ല. ഇതാണ് പുതിയ നിയമത്തിലെ പ്രവൃത്തി. പഴയ നിയമത്തിലെ പ്രവൃത്തി നിങ്ങൾ എടുത്തു നോക്കിയോ. പിശാചിനെ ആരെങ്കിലും ശാസിക്കുന്നതായിട്ടോ ബന്ധിക്കുന്നതായിട്ടോ ആട്ടിപ്പായിക്കുന്നതായിട്ടോ പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളും അക്ഷരശ വായിച്ചാലും നിങ്ങൾക്ക് പിടിയിടത്തില്ല, കാണത്തില്ല. പഴയ നിയമത്തിലെങ്ങും, പഴയ നിയമത്തിൽ 3 പിശാചിനെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ, ഏദൻ തോട്ടത്തിൽ പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഹവ്വായെ പറ്റിക്കുന്ന ഒരു സംഭവമുണ്ട്, പിശാചാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ജോബിന്റെ പുസ്തകത്തിലാണ്. ജോബിന്റെ പരീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർഗസഭ കൂടുമ്പോൾ അവിടെ സാത്താനെ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് സക്കറിയായുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ജോഷുവ എന്ന മഹാപുരോഹിതന് എതിരെ കുറ്റം ആരോപിക്കാൻ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുന്ന സാത്താനെ കാണുന്നുണ്ട്. ഈ 3 കാണുന്നുള്ളൂ. ഇടയ്ക്ക് എങ്ങാനും ഇനിയും കണ്ടാലേ ഉള്ളൂ. ഞാൻ ഇത്രയും നോക്കിയിട്ട് ഇത്രയൊക്കെ കാണുന്നുള്ളൂ. ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരണം. നമ്മുടെ ബഹുമാനപ്പെട്ട രായ്ച്ചാനൊക്കെ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ സ്കോളറാണ്. രായ്ച്ചാനൊക്കെ ഇതിങ്ങനെ കണ്ട് ഇങ്ങനെ ഇത് കഴിയുമ്പോഴേ രായ്ച്ചാൻ പറയും, അച്ഛൻ വന്നേ അച്ഛൻ പറഞ്ഞ ആ വചനം ഉണ്ടല്ലോ, അത് 7 അല്ല 8 എന്ന് പറയും. അങ്ങനെ വളരെ ശ്രദ്ധയോടിരിക്കുന്ന രായ്ച്ചാനുണ്ട്. രായ്ച്ചാൻ കൂടുതൽ പിശാചുക്കളെ എവിടെയെങ്കിലും ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം, പഴയ നിയമത്തിൽ. കാരണം അടുത്തടുത്ത് പോകുമ്പോൾ തെറ്റാൻ പാടില്ലല്ലോ. നിങ്ങൾ എന്നോട് ക്ഷമിക്കും. ചില പള്ളിയിലൊക്കെ ചെന്നാൽ ഉണ്ടല്ലോ, അവർ ക്ഷമിക്കുകയല്ല, പ്രസംഗം കഴിയുമ്പോഴേ ഒരു ചോദ്യം ചെയ്ത് കളയും. അപ്പം അതുകൊണ്ട് പഴയ നിയമത്തിൽ ഈ പിശാചുക്കളുണ്ട്, പ്രത്യക്ഷപ്പെടുന്ന ഇപ്പോൾ ഉണ്ടാകും ഇങ്ങായിട്ട്. പക്ഷേ ഒരാൾ പോലും പിശാചിനെ ശാസിക്കുന്നതായിട്ടോ ആട്ടിപ്പായിക്കുന്നതായിട്ടോ ബന്ധിക്കുന്നതായിട്ടോ പഴയ നിയമത്തിൽ കാണുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, പഴയ നിയമം പോലെയല്ല പുതിയ നിയമം. പുതിയ നിയമത്തിൽ ഈശോ തൻ്റെ ദൈവരാജ്യത്തിൻ്റെ തുടക്കം, തൻ്റെ ദൈവരാജ്യം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പിശാചുക്കളെ, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ, സ്വരമെഴുതി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരത്തെ കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യേശുവിൻ്റെ അധികാരം, ഇതാണ് പുതിയ പ്രവൃത്തി. അധികാരമുള്ള അവൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് വിടുതൽ തരുന്നത്? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാം തിരുവചനം വായിക്കാമോ? മത്തായി 12-ന്റെ-28-ാം തിരുവചനം ഈശോ അരുളി ചെയ്യുന്ന തിരുവചനമാണ്. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ വചനം നമുക്ക് നേറ്റു പറയാം. എന്നാൽ വായിച്ചു. ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോ പറയുകയാണ്, പിശാചുക്കളെ ഞാൻ ബഹിഷ്കരിക്കുന്നു. അതാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നതിൻ്റെ അടയാളം, പ്രകടമായ അടയാളം. പ്രിയപ്പെട്ട മക്കളെ, പഴയ നിയമത്തിൽ സൗഖ്യ ശുശ്രൂഷകളുണ്ട്, ഈശോയും അത് ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, ഈശോയും അത് ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ ക്ഷാമം മാറിയിട്ടുണ്ട്, ഈശോയും പട്ടിണി മാറ്റി അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ കുഷ്ഠം മാറിയിട്ടുണ്ട്, പുതിയ നിയമത്തിൽ ഈശോ അത് ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം പുതിയ നിയമത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ പഴയ നിയമത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് പിശാചുക്കളെ, ഒരാളിലുള്ള പൈശാചിക ശക്തിയെ, ഒരു ദേശത്തുള്ള നാരകീയ ഉപദ്രവങ്ങളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ. ഇതാണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട അധികാരപൂർണമായ ശുശ്രൂഷ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഈ ദൈവജനം എതിരിട്ടത് ആരെയാണെന്നറിയാമോ? പിശാചുക്കളോടല്ല. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ജനം നേരിട്ടത് പിശാചുക്കളോടല്ല, മനുഷ്യരോടാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. പഴയ നിയമത്തിൽ
ദൈവമായ കർത്താവ് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അധികാരികളെയും ഒക്കെ പിതാക്കന്മാരെയൊക്കെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദേശത്തുള്ള ജാതികളെ പുറത്താക്കണം, കുന്നുകളഞ്ഞേര്, കാനാന്യരെ, ജബൂസ്യരെ, അമ്മോന്യരെ, ഹിത്യരെ, ഫിലിസ്ത്യരെ, ഇന്ന് വേണ്ട ഈ ആരൊക്കെ ദൈവജനത്തിനെതിരെ നിന്നോ അവരോടെല്ലാം ദൈവജനം യുദ്ധം ചെയ്തു. പഴയ നിയമത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് യുദ്ധം ചെയ്യുക, മനുഷ്യനോട് യുദ്ധം ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ദൈവമായ കർത്താവ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളോട് ദൈവത്തിൻ്റെ ജനം എതിരിട്ടാൽ അന്നേരം അടി കൊടുക്കും. എവിടെ? പഴയ നിയമത്തിൽ. ഉസിയ എന്ന് പറഞ്ഞൊരു രാജാവ് ആ നാട്ടിലെ പുരോഹിതന്റെ ഓട് കയറി ഒന്ന് കൊരുത്തു. ദേവാലയത്തിലെ മഹാപുരോഹിതൻ ഉസിയ രാജാവിനോട് ചോദിച്ചു, ഉസിയ, നീ എന്തിനാ ധൂപക്കുറ്റി എടുത്ത് വീശിയെന്ന് ചോദിച്ചു. രാജാവിന് അങ്ങ് ദേഷ്യം വന്നു ഉസിയായിക്ക്. ഉസിയ പറഞ്ഞു, എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യില്ലെന്ന് പറഞ്ഞു. കൈ ചൂണ്ടി. ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉസിയയുടെ നെറ്റിയിൽ കുഷ്ഠം, കിരീടം വെക്കാൻ പറ്റത്തില്ല, ആ അവസ്ഥയിലെത്തി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പുരുഷന്മാരോട് എന്തെങ്കിലും പറഞ്ഞ ദേഷ്യപ്പെട്ട അന്നേരം ദൈവം അടി കൊടുക്കും. മനുഷ്യനടി, മനുഷ്യനോടാണ് പോരാട്ടം, മനുഷ്യനോടാണ് യുദ്ധം. പഴയ നിയമത്തിൽ മിരിയാം മോശയ്ക്കെതിരെ പിറുപിറുത്തു, അന്നേരം അടി, കുഷ്ഠം. പഴയ നിയമത്തിൽ ഏലിഷ എന്ന് പറഞ്ഞ ഒരു ദൈവപുരുഷൻ, ഒരു ദിവസം ഏലിഷ ജെറിക്കോയിൽ നിന്ന് ബഥേലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി നഗരത്തിലുള്ള കുറേ പിള്ളേര് ഈ ഏലിഷായെ നോക്കിയിട്ട് പറഞ്ഞു, എടാ കഷണ്ടി തലേഹ. അതെവിടെ വായിക്കുന്നതെന്നറിയാം? ഈ ഏലിഷായ്ക്ക് കഷണ്ടി ഉണ്ട്. കഷണ്ടി ഐശ്വര്യത്തിൻ്റെ ഒരു അടയാളമാണ്. കഷണ്ടി 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 23-24. അതായത് ദൈവത്തിൻ്റെ പുരുഷന്മാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒട്ടനെ ദൈവം എന്ത് ചെയ്യുന്നറിയാം? അടി. വായിക്കാം. അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. അവൻ എന്ന് പറഞ്ഞാൽ ഏലിഷ, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകനാ. ബഥേലിലേക്ക് പോയി. മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു. സിറ്റി ബോയ്സിന് ഇങ്ങനെയാണല്ലോ കളിയാക്കിക്കൊണ്ട്, സിറ്റി ബോയ്സ് അവനെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്താണ്? കഷണ്ടി തലയാ ഓടിക്കോ, അങ്ങനെയല്ലേ വിളിക്കുമല്ലോ. ആരോടാ? ദൈവത്തിന്റെ പുരുഷൻ. ഈ കഷണ്ടി തലയും തിരിഞ്ഞു നിന്നിട്ട് അങ്ങനെ നോക്കിയിട്ടു, ദൈവം ചോദിക്കോടെന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ 20 എണ്ണത്തിനെയും കാണാനില്ല. 2 പെൺകരടികൾ. ഏത് കരടി? 2 പെൺകരടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇറങ്ങി വന്നിട്ട് അവരെ വെട്ടിക്കണ്ടിച്ച് തോരൻ വെക്കുന്ന രീതിയിലാക്കി. വായിച്ചോ. അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു, കർത്താവിന്റെ നാമത്തിൽ അവരെ ശപിച്ചു. കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി 42 ബാലന്മാരെ ചീന്തി കീറി. 20 അല്ല, 42 അല്ലേ? 42 പേര്, 2 കരടികള്, ഒരെണ്ണത്തിനും വിട്ടില്ല. അടങ്കല് നിന്ന് അങ്ങ് മുറിച്ചു വെച്ചു. നോക്കി, പഴയ നിയമത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവത്തിൻ്റെ പുരുഷന്മാരോട്, ദൈവത്തിൻ്റെ പുരോഹിതന്മാരോട് എന്തെങ്കിലും പറഞ്ഞ അടി അന്നേരം. എതിരിടുന്നത് മനുഷ്യനോടാ, മനുഷ്യനോടങ്ങ് എതിരാ. എന്നാൽ പുതിയ നിയമത്തിൽ സാക്ഷാൽ ദൈവപുത്രൻ ഇറങ്ങി വന്നപ്പോൾ ഈ ജനം അവനെ വിളിച്ച പേരെന്താണെന്നറിയാവോ? ബേൽസബൂൽ ബാധിച്ചവൻ. കരടി പിടിച്ചോ? ശ്രദ്ധിച്ച് കേൾക്കണം. കരടി പിടിച്ചോ? സിംഹം വന്നോ? എന്തിനേറെ പട്ടി അഴിച്ചു വിട്ടോ? ഇല്ല. സുബോധമില്ലാത്തവൻ, ഗണികകളുടെ കൂടെ നടക്കുന്നവൻ, വേശ്യകളുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വ്യഭിചാരി. ദൈവമൊന്നു അവിഹിത ബന്ധത്തിൽ പിറന്നവൻ, ഗർഭത്തിലെ സംശയിക്കപ്പെട്ട കുഞ്ഞിന്റെ പേര് ഈശോ. ഇതെല്ലാം ഇവൻ കേട്ടു. അവന് സുബോധമില്ല എന്ന് വെച്ചാൽ വട്ട്. മർക്കൂസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാം തിരുവചനം, അവന് സുബോധം നഷ്ടപ്പെട്ടപ്പോൾ വീട്ടുകാരവനെ പിടിച്ചോണ്ട് പോകാൻ നോക്കി. ഇതെല്ലാം സാക്ഷാൽ ദൈവപുത്രനെതിരെ പറഞ്ഞതാ. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രൻ, ശ്രദ്ധിച്ചു കേൾക്കണം, ദൈവപുത്രൻ കലഹിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? കലഹിക്കാത്തത് കൊണ്ടാണ് അവന് അധികാരം കിട്ടിയത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് ഈ അധികാരം കിട്ടിയത്? അവൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അധികാരം കിട്ടിയത്, അവന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ ഉച്ചത്തിൽ അലറാൻ തുടങ്ങുന്നു, പിശാചുകൾ വിട്ടുപോകുന്നു. കാരണം എന്താണെന്നറിയാമോ? ഡെലിവറൻസിന്റെ വരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ശുശ്രൂഷകളിൽ, കുടുംബങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം: മനുഷ്യനോട് കലഹിക്കാൻ നിൽക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അന്നേരം അടി, പുതിയ നിയമത്തിലോ അന്നേരം ക്ഷമ, കുരിശോളം ക്ഷമ. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴപ്പെടുത്തണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനം. ഈ വചനം മറക്കരുത്. നമ്മുടെ ശുശ്രൂഷകൾക്ക്, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ പുതിയ നിയമത്തിൻ്റെ അധികാര വചനമാണ്, അധികാര പ്രമാണമാണിത്. ഇത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. വായിക്കാം. എഫേസ്യർ 6:12. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. എന്തെന്നാൽ, ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പടവെട്ടുന്നത്. മാംസം അധികം രക്തം സമം മനുഷ്യൻ. മാംസവും രക്തവും ചേരുന്നതാണ് മനുഷ്യൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു എതിരാളിയേ ഉള്ളൂ. നമുക്കൊരു ഒറ്റ വ്യക്തി മാത്രമേ നമുക്കെതിരുള്ളൂ. സഭയ്ക്കെതിരെ, നമുക്കെതിരെ ഈ ഭൂമിയിൽ ഒറ്റ ശക്തിയേ ഉള്ളൂ. അവൻ്റെ പേരാണ് ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും നമ്മളെ കീഴ്പ്പെടുത്തി തകർക്കാൻ ആഗ്രഹിക്കുന്ന പിശാച്. പിശാചല്ലാതെ ഒരൊറ്റ മനുഷ്യന് നമുക്കെതിരായാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മൾ ഇഷ്ടംപോലെ പ്രാർത്ഥിക്കും, ഇഷ്ടംപോലെ ശുശ്രൂഷ നടത്തും, വീട്ടിൽ ഇഷ്ടംപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ പോരടിച്ച് ഗതികെട്ടു പോകും ജീവിതം. ഒരു രീതിയിലും ഗതി പിടിക്കാല. കുടുംബത്തിൽ ഓരോരുത്തരും വന്ന് പറയും, അച്ഛൻ തന്ന പ്രാർത്ഥന മുഴുവൻ ചൊല്ലി അച്ഛാ, ഇനി എന്താ ചൊല്ലാനുള്ളത്? എത്ര തവണ വീടിന് ചുറ്റും കുരിശു കുഴിച്ചിട്ടു, എത്ര തവണ മണ്ണ് വെഞ്ചരിച്ചിട്ടു, ഈ പോരാട്ടം എന്താ നിൽക്കാത്ത? എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനമിതാ, നാം പോരാടുന്നത് മാംസരക്തങ്ങളോടാണ്. കലഹം നമ്മൾ വ്യക്തികൾ തമ്മിലുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, പിശാച് വിട്ടുപോവില്ല. കാലങ്ങളായി ആ സിനഗോഗിൽ അനേകർ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ പിശാച് വിട്ടിട്ടില്ല. അശുദ്ധാത്മാക്കളെ ഇളകണമെങ്കിൽ, വിട്ടുപോകണമെങ്കിൽ, വിടുതലുണ്ടാകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും അടിസ്ഥാന പാഠമാ, കലഹിക്കാൻ നിൽക്കരുത്. കലഹമുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ആവുകയാണ് ജീവിതം. നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് പറയും, നമ്മൾ ഇഷ്ടം പോലെ നോമ്പെടുക്കും, നമ്മൾ ഇഷ്ടം പോലെ ശുശ്രൂഷകൾക്ക് കൂടും, ധ്യാനങ്ങൾക്ക് കൂടും. യൂസ്ലെസ്. അതിനാൽ ഈശോയുടെ മനോഭാവം നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ സുവിശേഷത്തിൽ ആദ്യമേ പ്രസംഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഈശോയെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് ഒരു മലയുടെ മണ്ടയ്ക്ക് കൊണ്ടുപോയി തലകീഴായിട്ട് തള്ളിയിടാൻ ഭാവിച്ചൊരു സംഭവമുണ്ട്. നിങ്ങൾക്കറിയാമോ? അത് അറിയാം. ഈശോ ആദ്യത്തെ സുവിശേഷ പ്രസംഗം നടത്തിയപ്പോൾ എന്താ കാര്യം എന്നറിയാമോ? ഈശോയ്ക്ക് മനസ്സിലായ ഈ കാര്യം എന്ത്? കലഹിച്ചാൽ പിശാച് വിട്ടുപോവില്ല. മനുഷ്യനോട് എതിരിട്ടാൽ, മനുഷ്യനോട് വഴക്കിന് നിന്നാൽ കുടുംബം കുട്ടിച്ചോറാകത്തേ ഉള്ളൂ. അന്നേരം കുഴപ്പമില്ല, അന്നേരം നമ്മൾ ജയിക്കും. പക്ഷേ നമുക്കൊരിക്കലും വിജയം ഭരിക്കാൻ പറ്റില്ല. ഈ പാഠം അറിയാവുന്നത് കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം ആ വചനം. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളാണ്. അതായത് ഈശോ സിനഗോഗിലെത്തി ആദ്യത്തെ പ്രസംഗമാണ്, കന്നി പ്രസംഗം എന്ന് പറഞ്ഞാൽ പട്ടം കിട്ടിയിട്ട് നമ്മളൊക്കെ ആദ്യം ഒരു പ്രസംഗം നടത്തുമല്ലോ പുത്തൻ കുർബാനയ്ക്ക്. എന്നതുപോലെ ഈശോ അഭിഷേകം സ്വീകരിച്ച് ജോർദാനിൽ നിന്ന് മടങ്ങിയിട്ട് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം തിരിച്ചു വന്ന ആദ്യത്തെ പ്രസംഗത്തിൽ ഈശോ ചെയ്തെന്താണെന്ന് അറിയാമോ? വായിക്കാം. ലൂക്ക 4:16. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു.
പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. അവൻ വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. യേശയ്യ പ്രവാചകന്റെ പുസ്തകം നൽകപ്പെട്ടു. ഏത് പുസ്തകമാ? യേശയ്യ. അത് എവിടെയാണ് എന്ന് ആ പുസ്തകം പഴയ നിയമം നമുക്ക് വായിക്കാം. അതായത് യേശയ്യ 61 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ് ഈശോയ്ക്ക് കൊടുത്തത്. ഈശോ വായിച്ചുകൊണ്ടിരുന്നത്. ആ വാക്യത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം. ആ വാക്യത്തിൽ ആരാണ് ഒരു മിശിഹ എന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. 4 കാര്യങ്ങൾ ചെയ്യാനാണ് മിശിഹ, രക്ഷകൻ, അഭിഷിക്തൻ വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത്തോടാണ് ഈശോ പ്രസംഗിക്കുന്നത്. അതായത് ക്രിസ്തു വന്നാൽ ഈ ജനത്തിനിടയിൽ 4 കാര്യങ്ങൾ ചെയ്യും. ഇത് മനഃപ്പാടമാക്കിയിരിക്കുന്ന ഒരു ജനത്തോടാണ് ഈശോ പ്രസംഗിക്കുന്നത്. 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് വായിച്ചു കേൾക്കാം. യേശയ്യ 61 അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകം കിട്ടിയത് എന്തിനൊക്കെയാണെന്ന് ഇനിയും വായിക്കുന്നത്. വായിച്ചോ. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും. ഒന്നാമത്തെ ഡ്യൂട്ടി. അതായത് ദൈവപുത്രൻ വന്നാൽ, മിശിഹ വന്നാൽ, രക്ഷകൻ ക്രിസ്തു വന്നാൽ, യഹൂദൻ വിശ്വസിക്കുന്നതാ ആദ്യമേ അവർക്ക് ആശ്വാസം കിട്ടും. 2, തടവുകാർക്ക് മോചനവും. അതായത് കാലങ്ങളായി റോമാക്കാരുടെയും പല രാജ്യങ്ങളുടെ അടിമ കോളനി കഴിയുന്നവരായി ഇവർക്ക് തടവുകാരെ മുഴുവനും, ഇവരുടെ പലരും വിദേശ രാജ്യങ്ങളിൽ തടവില്ല, അവർക്ക് മോചനം കിട്ടും. 3, ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും. ഇവരുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടും. 4, കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവിന്റെ പ്രതികാരം ആരോട്? ഇവരെ അടിമയാക്കി വെച്ചിരിക്കുന്ന വിദേശ ജനതയോട് കർത്താവ് പ്രതികാരം ചെയ്യാനുമായിട്ടാണ് ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നത്. 4 കാര്യങ്ങൾ മറക്കരുത്. 4 കാര്യങ്ങൾ. 1, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും. 2, തടവുകാർക്ക് മോചനവും. 3, ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും. 4, കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും. വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോ ഈ 4 കാര്യങ്ങൾക്കാണ് അയച്ചത്. ഇനി ശ്രദ്ധിക്കണം. ഈശോ എന്ത് ചെയ്തെന്നറിയാമോ? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം കൊടുത്തപ്പോൾ ഈശോ അവസാനത്തെ കാര്യം പറഞ്ഞില്ല, വായിച്ചില്ല. അതങ്ങ് സ്കിപ്പ് ചെയ്ത്, അതങ്ങ് വായിക്കാതെ ആദ്യത്തെ 3 കാര്യം പറഞ്ഞിട്ട് പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചു. അപ്പോൾ പള്ളിയിലുള്ളവരുടെ എല്ലാം കണ്ണ് ഈശോ ഇങ്ങനെ ഉക്കൻ്റെ കണക്കെ നോക്കിയിരിക്കുക. കാര്യം എന്താണെന്നറിയാമോ? ഇവരെന്താ 4ാമത്തെ കാര്യം വായിക്കാഞ്ഞേ? വിജാതീയരോട് പ്രതികാരം ചെയ്യുന്ന കാര്യം എന്താ ഇവൻ വായിക്കാഞ്ഞേ? ഇവൻ വിജാതീയരുടെ പക്ഷക്കാരനാണോ? എന്താ അവനത് വായിക്കാഞ്ഞേ? ഉടനെ ഈശോയ്ക്ക് മനസ്സിലായി ഇവർ നോക്കുന്നതിൻ്റെ കാര്യം. ഈശോയ്ക്ക് മനസ്സിലായി ഇവരെന്നെ നോക്കുന്നതിൻ്റെ കാര്യം കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈശോ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. എന്താ വ്യാഖ്യാനിച്ചതെന്നറിയാമോ? നിങ്ങൾ എന്തിനാ എന്നെ നോക്കുന്നേ? തുടർന്ന് വരുന്ന വചനം നിങ്ങൾ വായിക്കണം. ലൂക്കായുടെ സുവിശേഷം 4 അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഈശോ പറയുകയാണ്, പണ്ട് ഏലിയ പ്രവാചകൻ, നിങ്ങളുടെ ഒരു പ്രവാചകനല്ലേ, നിങ്ങളുടെ ഒരു പ്രവാചകൻ പണ്ട് ക്ഷാമം വന്നപ്പോൾ ഒരു സെറപ്തായിലെ വിധവയുടെ അടുത്തേക്കല്ലേ പോയേ? ഈ ആരാ ഈ സെറപ്തായിലെ വിധവ? വിജാതീയ സ്ത്രീയല്ലേ? നിങ്ങളുടെ ഒരു പ്രവാചകൻ വിജാതീയരുടെ അടുത്തേക്ക് പോയിട്ട് ആ വിജാതീയർക്കെതിരെ ഞാൻ യുദ്ധം പ്രഖ്യാപിക്കണോ? മറ്റൊരു സിറിയക്കാരനായ നാമാൻ, പണ്ട് കുഷ്ഠരോഗം വന്നപ്പോൾ ഈ നാമാൻ എവിടെ വന്നു? ഏലീഷയുടെ അടുത്ത് വന്നില്ലേ? നിങ്ങളുടെ ഒരു പ്രവാചകനല്ലേ ഏലീഷ? ഏലീഷ എന്താ ചെയ്തേ? നാമാന് സൗഖ്യം കൊടുത്ത് വിട്ടില്ലേ? ഏലീഷ സൗഖ്യം കൊടുത്ത് വിട്ട വിജാതീയനെതിരെ ഞാൻ യുദ്ധം ചെയ്യണോ? പറ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കേട്ടപ്പോൾ പള്ളിയിലുള്ളവരെല്ലാവരും കൂടെ എഴുന്നേറ്റു. കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ബൈബിള് നീ തെറ്റായിട്ട് വായിക്കരുത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ വായിക്കണം. അവർ അവനെ പിടിച്ച് കിഴുക്കാൻ തൂക്കായ മലയുടെ മണ്ടയ്ക്ക് തള്ളിയിടാൻ ഭാവിച്ചു. ഈശോ അവരുടെ ഇടയിലൂടെ രക്ഷപ്പെട്ടു എന്ന് ബൈബിളിൽ കാണുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്: ഈശോ മനുഷ്യനെതിരെ പ്രതികാരം ചെയ്യുന്നവനല്ല. ഈ ഭൂമിയിൽ മനുഷ്യനെതിരെ പ്രതികാരം അവൻ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പഴയ നിയമത്തിലെ വചനം വായിച്ചിട്ട് അവസാനത്തെ വാക്യം വിട്ടു. കാരണം ക്രിസ്തു എന്ന് പറയുന്നത്, പുതിയ നിയമത്തിന്റെ അധികാര ശുശ്രൂഷ എന്ന് പറയുന്നത് മനുഷ്യനോട് പോരടിക്കുന്ന ശുശ്രൂഷയല്ല. പോരടിച്ചാൽ എന്താ സംഭവിക്കുക അറിയാമോ? ദൈവരാജ്യം വരില്ല.
പിശാച് കടിച്ചു തൂങ്ങി കിടക്കുന്നു. വെറുതെ മൃതി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സാത്താനോടുള്ള പോരാട്ടത്തിലാണ് നമ്മൾ, മനുഷ്യനോടല്ല. വഴക്കുണ്ടായാൽ പിശാച് അടിമയാക്കും, കലഹമുണ്ടായാൽ പിശാച് അടിമയാക്കും. ഈശോയുടെ ജീവിതത്തിലെ 2 സംഭവങ്ങൾ പെട്ടെന്ന് കണ്ടുകൊണ്ട് ആരാധന പൂർത്തിയാക്കാം. ഒന്ന്, യൂദാസ് കറിയോത്ത. സ്നേഹമുള്ളവരെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരാൾ ഇങ്ങനെ ഇതിൽ പ്രസംഗം എല്ലാം കഴിയാവുന്ന നേരത്ത് ഒരാൾ കയറി വന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു, വന്നു എല്ലാം കഴിഞ്ഞപ്പം. അപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ തീരാറായപ്പോൾ ഞാൻ പ്രസംഗത്തിൻ്റെ വിഷയം മാറ്റി, പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ ആൾക്ക് വേണ്ടിയിട്ട് അങ്ങ് പറഞ്ഞെന്ന് വെച്ചു. ഈ ശുശ്രൂഷയുടെ പേരാണ് നീരസ ശുശ്രൂഷ. എന്താണ്? അങ്ങനെ ശുശ്രൂഷയാണ്, നീരസ ശുശ്രൂഷ. ഒരാൾ വന്നിരിക്കുകയാണ്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇരുന്നാണ് വചനം കേൾക്കാൻ വന്നിട്ട് എല്ലാം സമ്മതിക്കുകയാണ്. എനിക്കും ഞാൻ പറഞ്ഞു, ഉറക്ക പിശാചുക്കളുമായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്, അങ്ങോട്ട് നോക്കുന്നില്ല, ഇങ്ങനെ പറയുന്നേ. ഇതിൻ്റെ പേരാണ് നീരസ ശുശ്രൂഷ. ഇവിടെ ഞാൻ പോരാടുന്ന ആരോടാ? മാംസരക്തങ്ങളോട്, മനുഷ്യനോട്. സ്നേഹമുള്ളവരെ, ഞാൻ എത്ര മണിക്കൂർ ശുശ്രൂഷ ചെയ്താലുണ്ടല്ലോ പിശാച് വിട്ടുപോകത്തില്ല. വല്ലവരും പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം ഈ വ്യക്തി സഹോദരിക്ക് RCC കൂട്ടിരുന്നിട്ട് വന്നിരിക്കുക. RCCയിലെ രോഗിയായിരിക്കുന്ന സഹോദരിയെ ചികിത്സിച്ചിട്ട് രാത്രി മുഴുവൻ ഉറക്കളച്ചിൽ ശുശ്രൂഷിച്ചിട്ട് എന്നിട്ട് ഓടി വന്നിരിക്കുകയാണ്. വന്നിട്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ തുടരണേ, വയ്യാതിരുന്ന് ഉറങ്ങുക. ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഈ വ്യക്തിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിന്റെ ശുശ്രൂഷയാണ് മനുഷ്യനെതിരെയുള്ള യുദ്ധം. പിശാച് വിട്ടുപോകത്തില്ലെന്ന് മാത്രമല്ല, എല്ലാം കഴിയുമ്പോൾ പിശാച് കൈയടിച്ചിട്ട് പറയും നന്നായിരുന്നു എന്ന് പറയും. എൻ്റെ പൊന്നുമക്കളെ, വീട്ടിൽ കലഹത്തിൻ്റെ അരൂപി നോമ്പുകാലത്ത് പ്രത്യേകിച്ച് വരും. അതിന് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കലഹത്തിൻ്റെ അരൂപി വരുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ ഇളക്കിപ്പെരുപ്പം തുടങ്ങി. അവൻ വീട്ടിൽ ഇളകിത്തുടങ്ങി. അതുകൊണ്ടാണ് നല്ല ശുശ്രൂഷകൾക്കൊടുവിൽ ഒരടി. പല പള്ളികളിലും പ്രിയപ്പെട്ടവരെ, നല്ല കൃപയുള്ള പള്ളികളുണ്ട്, പല പള്ളികളും. പക്ഷേ പൊതുയോഗത്തിന് അടി നടക്കും. എന്താ കാരണം എന്നറിയാമോ? ഈ കലഹം. മനുഷ്യനോട് നീരസവും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും പൈശൂന്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിശാച് ജയിച്ചു. അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും കൃപ നഷ്ടപ്പെട്ടു പോകുന്നത്, പിശാച് വിട്ടുപോകാത്തത്. എന്തോരം പ്രാർത്ഥിച്ചിട്ടും ഈ പോര്, ഈ എതിർപ്പ്, ഈ കലഹം, മല്ല് നിന്നു പോകാത്തത്. അതിനാൽ ഈ ഒരു അടിസ്ഥാന പാഠം, പുതിയ നിയമത്തിൻ്റെ അധികാരം എന്താണെന്ന് മനസ്സിലാക്കണം. അത് ജഡരക്തങ്ങളോടല്ല, മാംസരക്തങ്ങളോടല്ല, ആധിപത്യങ്ങളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ പിശാചുക്കളോടും എതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോയുടെ ജീവിതത്തിലെ ഒരു മനോഭാവം നമ്മൾ ശ്രദ്ധിക്കണം. ഈശോയുടെ ജീവിതത്തിൽ യൂദാസ് കറിയോത്ത 12 പേരിൽ ഒരാളാണെങ്കിലും യൂദാസ് കറിയോത്തയുടെ കയ്യിലായിരുന്നു എന്ത്? പണസഞ്ചി. ഫണ്ട് വരുന്നതെല്ലാം എവിടുന്ന് വരുന്നു? കുറേ പാവപ്പെട്ട ചേച്ചിമാരൊക്കെ സഹായിക്കുമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. കൂസായുടെ ഭാര്യ ഉൾപ്പെടെ അവർ സമ്പത്തുകൊണ്ട് സഹായിച്ച പലരുമുണ്ട്. അവർ തരുന്ന എല്ലാം യൂദാസ് ഈ സഞ്ചിയിൽ ശേഖരിച്ചു വെക്കും. ഇത് അവൻ ആവശ്യത്തിന് എടുക്കുമായിരുന്നു. അവനത് ഗൂഗിൾ പേ ചെയ്ത് പലർക്കും അയച്ചു കൊടുക്കും, അവൻ്റെ വീട്ടുകാർക്കെല്ലാം കൊടുക്കും. എല്ലാം ശരിയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ, ഈശോ ഒരിക്കലെങ്കിലും ഗൂഗിൾ പേയിലൂടെ പൈസ അയക്കുന്നവരെ കുറിച്ച് സുവിശേഷത്തിൽ ഒരു പ്രസംഗമെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഈ കാശ് അടിച്ചു മാറ്റുന്നതിനെ കുറിച്ച് ഒരു പ്രസംഗമെങ്കിലും ഈശോ നടത്തിയിട്ടുണ്ടോ? ബൈബിൾ വായിച്ചാലേ അറിയത്തുള്ളൂ. നമുക്കത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 12-ന്റെ 4, 5, 6 വാക്യങ്ങൾ വായിക്കാമോ? അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റ കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു. പണസഞ്ചിയിൽ വീഴുന്നത് ആരെടുത്തിരുന്നു?
യൂദാസ് കൊണ്ടുവരുന്നു. ഇതാർക്കറിയായിരുന്നു? ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഈശോ ഒരിക്കൽ പോലും യൂദാസിനെ കുത്തി ഒരു പ്രസംഗം നടത്തിയില്ല. ഇതറിയാവുന്നേ. നമ്മൾ വിചാരിക്കുന്നത് നമ്മളിതൊന്നും അറിയാത്ത പൊട്ടന്മാരായിട്ടിരിക്കുക, അങ്ങനല്ല. ഇതെല്ലാം അറിയുന്നുണ്ട്, ഇതെല്ലാം അറിയും. പക്ഷേ ഈശോ എന്താ ചോദ്യം ചെയ്യാന്നറിയാമോ? പോരാട്ടം ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പ്രസംഗിച്ചാൽ പിശാചുകൾ വിട്ടുപോകണമെങ്കിൽ, ഈശോ ശുശ്രൂഷ നടത്തുമ്പോൾ ഡെലിവറൻസുകൾ ഉണ്ടാകണമെങ്കിൽ മനുഷ്യനോട് യുദ്ധം ചെയ്യരുത്, ഭാര്യയോട് വഴക്കുണ്ടാക്കരുത്, ഭർത്താവിനോട് പോരാട്ടത്തിന് നിൽക്കരുത്, മക്കളോട് പോരടിക്കാൻ നിൽക്കരുത്, മാതാപിതാക്കളോട് മല്ലിടരുത്, അധ്യാപകർക്ക് എതിരെ നിൽക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പ്രാർത്ഥിക്കും ഇഷ്ടം പോലെ, ഒരു ഫലവും ഇല്ല. കാരണം പിശാചം വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് സന്ധ്യാപ്രാർത്ഥന നടത്തും. വെറുതെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത് ഈശോ ഒരിക്കലേ ഒരു യാത്ര നടത്തുകയാണ്. ഈശോ അങ്ങ് ജെറുസലേമിലേക്കാണ് പോകുന്നത്. ഈശോ വരുന്നത് ഗലീലയിൽ നിന്നാണ്. അപ്പം പോകുന്നത് ഗലീലയിൽ നിന്ന് ഈ ജെറുസലേമിലേക്ക് പോകുമ്പോൾ ഈ നടുക്കുള്ള സ്ഥലം സമരിയ. സമരിയയിലൂടെ വേണം അവന് പോകാൻ. ആ സംഭവം നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളിലാണ്. ഈശോ കലഹം ഒഴിവാക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്, വഴക്കൊഴിവാക്കുന്ന രീതി. കാരണം ഈശോയ്ക്ക് വഴക്കടിക്കാൻ പറ്റിയ ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു കൈകാര്യം ചെയ്യാൻ പറ്റുന്ന 33 വയസ്സുള്ള ചെറുപ്പക്കാരനാ, കയ്യും മെയ്യും ഇങ്ങനെ ഉണർന്നിരിക്കുന്ന സമയമാണ്. പക്ഷെ ഈശോ എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? പുതിയ നിയമത്തിൽ ഒരു മനുഷ്യന്റെ ചെവിക്ക് പോലും പിടിച്ചിട്ട് കാണുന്നില്ല. വഴക്കടിക്കത്തില്ല ഈശോ. അതിനുള്ള ചോദനകളുണ്ട്, പക്ഷെങ്കിൽ ചെയ്യില്ല. എന്താണെന്നറിയാമോ? ഇതിന്റെ പിന്നിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അവൻ വെറുതെ നിന്നാൽ, ഒന്ന് നോക്കിയാൽ, ഒരു വാക്കുച്ചരിച്ചാൽ തകരുന്ന ഒരു സാമ്രാജ്യമുണ്ട്. ഈ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ കലഹക്കരുത് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു. അവൻ തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇതു കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയവർ ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അതിന്റെ ഫുട് നോട്ട് ഒന്ന് വായിക്കുന്നതല്ല, ഫുട് നോട്ട് ഒന്ന് വായിക്കാമോ? അതിന് താഴെ അടിക്കുറിപ്പാട്ട് എഴുതിയിരിക്കുന്നതൂടെ ആ വാക്യത്തിന് വായിച്ചു. കർത്താവേ, ഏലിയ ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു. ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നത് ഈ യാക്കോബും യോഹന്നാനും. ശ്രദ്ധിച്ചു കേൾക്കണം. ഏലിയ ഈ ഗലീലിയിൽ നിന്ന് ജെറുസലേമിലേക്ക് ശിഷ്യന്മാരുടെ കൂടെ ഈശോ പോകുന്ന വഴിക്ക് സമറിയയിലെ ആൾക്കാർ അവരെ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടോട്ടാ പോകുന്നേ? ഞങ്ങൾ ജെറുസലേമിലേക്കാണ് പോകുന്നത്. ജെറുസലേമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ റൂട്ടിൽ കൂടെ പോകണം, ഞങ്ങളുടെ നാട്ടിൽ കൂടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം എന്താ? ഈ യഹൂദരും സമറിയക്കാരും തമ്മിൽ കീരിയും പാമ്പും കണക്കെയാണ്, വല്ലാത്ത പോട്ടിയാണ്, വഴക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പറഞ്ഞു, നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ വേറെ റൂട്ടിൽ കൂടെ പോകും, ഇതുവഴി പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര ഇൻസൾട്ടായി ആർക്ക്? യാക്കോബും യോഹന്നാനും തിരിച്ച് കർത്താവിൻ്റെ അടുത്ത്, കർത്താവ് പെരിയ വരുന്നേ ഉള്ളൂ, കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവേ, ഏലിയ പ്രാർത്ഥിച്ചതുപോലെ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അവന്മാരെ കത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. അടുത്ത വചനം ഫുട് നോട്ട് വായിച്ചേ. ചില കയ്യെഴുത്തു പ്രതികളിൽ താഴെ പറയും പ്രകാരമാണ്. എന്നാൽ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, ഏതു വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഈശോ തിരിഞ്ഞു നോക്കിയപ്പം യാക്കോബിന്റെ അടുത്ത് ഒരു അരൂപി നിൽക്കുന്നു, യോഹന്നാന്റെ അടുത്ത് പിന്നിൽ വേറൊരു അരൂപി ഇങ്ങനെ പല്ലു പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. നീരസാരൂപി, ഇങ്ങനെ വൈരാഗാരൂപി, വഴക്കുണ്ടാക്കുന്ന അരൂപി, മെക്കിട്ട് കയറുന്ന ഒരു അരൂപി. കർത്താവേ, അവന്മാരെ കത്തിക്കാൻ പ്രാർത്ഥിക്കട്ടെ. ഈശോ എന്താ ചെയ്തേ? ഈശോ ഇവരുടെ കൈക്ക് പിടിച്ച് പടവിടുന്നു. രണ്ടെണ്ണത്തിനെയും കൈക്ക് പിടിച്ച് വേറെ, അടുത്ത വചനം എങ്ങനെയായിരുന്നു? അവർ മറ്റൊരു വഴിയിലൂടെ ജെറുസലേമിലേക്ക് പോയി. ഈശോ കലഹിക്കാൻ നിന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും 10-ാം അധ്യായം 19-ാം വാക്യത്തിലും നമ്മളത് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈശോ
ഈ ശുശ്രൂഷയ്ക്കിടയ്ക്ക് കലഹിക്കാൻ നിൽക്കാഞ്ഞത്, മനുഷ്യനോട് പോരാടാൻ നിൽക്കാഞ്ഞത്? വായിക്കാമോ? 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. അനന്തരം അനന്തരം എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് 72 പേരെ ഈശോ തിരഞ്ഞെടുത്തു. ഏത്? ഈ അടി നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു, പോരടിക്കാൻ എല്ലാ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈശോ പറഞ്ഞു, പ്ലീസ് വാ, സൈലൻസ്, പോട്ടെന്ന് വിട്ടുകൊടുത്തരുന്നു. ഇങ്ങനെ കൈക്ക് പിടിച്ചവരെ കൊണ്ടുപോയിട്ട് അനന്തരം ഈശോ അവിടെ പോയി ചെന്ന് ജെറുസലേമിൽ ചെന്ന് 72 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ടോ താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. 10-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനം വായിക്കാമോ? ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഈ 72 പേരും, പ്രിയപ്പെട്ട മക്കളെ, ഈ 72 പേരും ഉണ്ടല്ലോ, തിരിച്ചു ചെന്നിട്ട് കർത്താവിനൊരു റിപ്പോർട്ട് കൊടുത്തു. കർത്താവെ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും അലറി വിളിച്ചുകൊണ്ട് ഓടുന്നത് ഞങ്ങൾ കണ്ടു, കീഴടങ്ങുന്നത് ഞങ്ങൾ കണ്ടു. ഉടനെ ഈശോ പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് നിപതിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പറയാ, ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു അധികാരം കൂടി തരുന്നു. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എന്താ കാര്യം? തൊട്ടു മുൻപ് അടിക്കൊരു സാധ്യതയുണ്ടായിരുന്നു, ഈ അടി ഒഴിവാക്കി. അടി ഒഴിവാക്കാൻ നീ മുന്നിട്ടിറങ്ങിയാൽ ജീവിതത്തിൽ ദൈവം വിജയിപ്പിക്കും. സാത്താൻ നിനക്ക് കീഴടങ്ങും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, കലഹത്തിന്റെ അരൂപിയും കൊണ്ട് ജീവിച്ചാലുണ്ടല്ലോ ഉള്ള കൃപയോടെ നഷ്ടപ്പെടും. പല പള്ളികളിലും ചെന്ന് ശുശ്രൂഷ നടത്തിയിട്ട് വരാമെന്നേ ഉള്ളൂ. 4 കൊമ്പത്ത് നിൽക്കുക, ഗ്രൂപ്പുകളാ, യുദ്ധമാ, കുടുംബ വഴക്കുകളാ. പല വീട്ടിലും ഈ പോരടിച്ച് നിൽക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര പ്രാർത്ഥിച്ചിട്ടും പിന്നെയും ഈ പോരാട്ടങ്ങൾ സംഭവിക്കുന്നത്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അധികാരത്തിന്റെ ശുശ്രൂഷയാ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അധികാരത്തിന്റെ ശുശ്രൂഷയാ. നീ നിൽക്കുമ്പോ നീ ചവിട്ടി നടക്കുന്ന മണ്ണ് അനുഗ്രഹിക്കപ്പെടണം. നിന്റെ കാല് ചവിട്ട് നടത്തുന്ന നാരകീയ ഉപദ്രവങ്ങൾ അലറി വിളിച്ചുകൊണ്ട് ഓടി ഒളിക്കണം. ഇതാണ് പണ്ട് ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങൾ നമ്മളെക്കുറിച്ച് പാടുന്നത്. കൈലാസകാര്യങ്ങൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ടു തൊടിയിക്ക വേണം. പൂജയ്ക്കുള്ള കാര്യങ്ങൾ അശുദ്ധമായാൽ നസ്രാണി തൊട്ടാൽ അത് ശുദ്ധമാകുമെന്ന്. കാരണം എന്താണെന്നറിയാമോ? ഈ അധികാരം അവന്റെ നെറുകയിൽ വേണം. മാമോദീസ തൈലത്തിന്റെ അധികാരമുണ്ടല്ലോ, അത് പവർഫുള്ളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അധികാരമെല്ലാം ചോർന്നു പോകുന്നവരായി നിൽക്കുന്നുണ്ടെങ്കിൽ കാരണം ഇതാ, കലഹത്തിന്റെ ഒരു അരൂപി, നീരസത്തിന്റെ ഒരു അരൂപി. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത് എന്ന് തിമോത്തിയോസ്, ഹെബ്രായർക്കുള്ള ലേഖനത്തിന്റെ 2 തിമോത്തിയോസ് 2-ാം അധ്യായം 24-ാം തിരുവചനം പറയുക. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുക, 2 തിമോത്തിയോസ് 2:24, കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത്. ആയാലോ പിശാച് വിട്ടുപോകത്തില്ല. പ്രിയപ്പെട്ട ഒരു പിശാചിനെ നമ്മളിങ്ങനെ ആട്ടിപ്പായിക്കേണ്ട കാര്യമൊന്നുമില്ല. പിശാച് പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഒരു വീട്ടിൽ ഭയങ്കര ബഹളം കേട്ടിട്ട് അമ്മയെ ഓടിച്ചെന്ന്. അപ്പോൾ അമ്മയുടെ പുറകെ ഞാൻ ഓടി ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഒരാളിങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒരു ചേച്ചി ഇങ്ങനെ നിന്ന് ആടുകയാണ്. ആടിയിട്ട് പറയാണ് പോവില്ല എന്നൊക്കെ പറയണത് എനിക്ക്. പിന്നീടാണ് അത് മനസ്സിലാകുന്നത് അത് ഡുവൽ പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ഫിനോമിനൊക്കെ ആയിരുന്നത്. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആളുകളെല്ലാം കൂടെ വടിയൊക്കെ എടുത്ത് അടിക്കാനൊക്കെ ഉള്ള പ്ലാനൊക്കെ നോക്കുന്നു. അങ്ങനത്തെ ഒഴിപ്പിക്കൽ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ലാഞ്ഞിട്ട് എനിക്ക് പേടിയായി. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് അമ്മയെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ കൂടെ തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ ജനലിൽ കൂടി ഇങ്ങനെ നോക്കുന്നു, അവിടെ കാണും വല്ലതും നിൽപ്പുണ്ടോ. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ വീട് ശാന്തമായിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ ഒരു ചേച്ചി, മൂത്ത വേറൊരു ചേച്ചി മാത്രമേ. ഞാൻ ചോദിച്ചു, ചേച്ചി ആ ചേച്ചി എന്തി, മറ്റേ ചേച്ചി എന്തി ചോദിച്ചു. അപ്പോൾ ആ ചേച്ചിയെ കെട്ടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ആ ചേച്ചിയെ പറഞ്ഞ് ആ ചേച്ചിയുടെ വീട്ടിൽ വിടുന്നത്. പഴയ നിയമത്തിൽ ഇങ്ങനായിരുന്നു പിശാചുക്കളെ പുറത്താക്കുന്നത്. പിശാചുക്കളെ പുറത്താക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് മനുഷ്യരെ അങ്ങ് പുറത്താക്കും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. മനുഷ്യനോട് നേരിട്ട്
യുദ്ധം ചെയ്ത് മനുഷ്യനെ അങ്ങ് പുറത്താക്കും, മനുഷ്യനെ ഒഴിവാക്കും. അതാണ് കാനാൻ നാട്ടിൽ നടന്നത്. നോഹയുടെ കാലത്ത് പ്രളയത്തിലൂടെ എല്ലാ ജനതയും തുടച്ചു നീക്കി. കാരണം എന്താ? പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ അറിയത്തില്ലായിരുന്നു. എല്ലാ മനുഷ്യനെയും തുടച്ചു നീക്കി കളഞ്ഞു, പുറത്താക്കി കളഞ്ഞു. സ്നേഹമുള്ളവരെ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരാൾ ഇങ്ങനെ 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 നിന്നിട്ട് നമ്മളിങ്ങനെ ഉറ്റു നോക്കുകയാണ്. ഞാൻ ശുശ്രൂഷ നടത്തുമ്പോൾ ഒരാൾ ഞാനത് കണ്ടിട്ട് ഇങ്ങനെ നിന്നാലോ, പേടിച്ച് നിന്നാലോ? ഞാൻ ചിന്തിക്കുകയാണ്, ദൈവമേ, നീ എല്ലാ പിശാചുക്കളെയും കാൽവരിയിൽ തോൽപ്പിച്ചില്ലേ? അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയ പിശാചാണോ ഇത്? അങ്ങനെ വല്ല പിശാചുകളുണ്ടോ? അങ്ങനെയുണ്ടോ? ഇല്ല. കൊളോസ്യർ 2:5-2:15 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു കുരിശിൽ നിരായുധമാക്കി എല്ലാത്തിനെയും തോൽപ്പിച്ചു. എല്ലാത്തിനെയും ഈശോ പരാജയപ്പെടുത്തി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ ശുശ്രൂഷ ഉണ്ടല്ലോ, എന്ത്? അവൻ ഡിമാൻഡ് ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: നീ കലഹിക്കാതെ ജീവിച്ച, നീ ആരോട് നീരസം വെച്ച് പുലർത്താതെ, വിദ്വേഷം വെച്ച് പുലർത്താതെ ജീവിച്ചുണ്ടല്ലോ, പിശാചുകൾ നിനക്ക് കീഴടങ്ങും. എഴുതി വെച്ചോ. വെറുതെ എഴുതി പറ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവമായ കർത്താവ് ഹെബ്രായർക്കുള്ള ലേഖനത്തിന്റെ 12-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നത് ശ്രദ്ധിച്ച്, ഒരു പ്രിൻസിപ്പിളോട് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്: എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഇങ്ങനെ പറ്റുമോ ചോദിച്ചു? അതിന് ബൈബിൾ എന്താ പറയുന്നത് അതുകൂടെ ശ്രദ്ധിച്ചോണം. ബൈബിൾ തരുന്ന പാഠം കൂടെ മനസ്സിലാക്കണം. വെച്ചാൽ കലഹിക്കാതിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പേടിക്കണ്ട, വചനം വായിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം വായിക്കുക. റോമർ 12-ാം അധ്യായം 18-ാം വാക്യം. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. ബൈബിളിൽ ഒരു കൽപ്പനയായത്. കൽപ്പന ഒന്നുകൂടെ വായിച്ചേ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. സാധിക്കുന്നിടത്തോളം. വേറെ ഒരു കൽപ്പനയും ബൈബിളിൽ സാധിക്കുന്നിടത്തോളം നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്നാണ് എഴുതിയേക്കുന്നത്. വ്യഭിചാരം ചെയ്യരുത്, ഡോണ്ട് ഡു ദാറ്റ്. കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്. പക്ഷെ ഈ കാര്യത്തിൽ സാധിക്കുന്നിടത്തോളം, ഇഫ് പോസിബിൾ എന്ന് അങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ബാക്കി എല്ലാ കൽപ്പനകളും പറയുന്നത് ചെയ്യരുത്, സാധിക്കുന്നിടത്തോളം കള്ളം പറയരുത് എന്നാണ്. സാധിക്കുന്നിടത്തോളം മോഷ്ടിക്കരുത്, തേങ്ങായും മാങ്ങായും മോഷ്ടിക്കാം, അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ, എല്ലാ കൽപ്പനകളും നോ, യു മസ്റ്റ് നോട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കൽപ്പന ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ കൽപ്പന കലഹത്തിന്റെ വിഷയമാണ്, വീട്ടിലെ സമാധാനത്തിന്റെ വിഷയമാണ്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? മണ്ടണില്ല, എന്താ പറയുന്നേ? സാധിക്കുന്നിടത്തോളം എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി എല്ലാ കൽപ്പനയും നമ്മൾ ഒറ്റയാൾ വിചാരിച്ചാൽ നടക്കും. പക്ഷെ സമാധാനം എന്ന് പറയുന്നൊരു കേസ് ഞാൻ തന്നെ വിചാരിച്ചാൽ നടക്കുകയില്ല. അത് എൻ്റെ കൂടെ താമസിക്കുന്ന ആളും വിചാരിക്കണം. ഒരു 50% എൻ്റേതും ഒരു 50% വിനോദിച്ചെൻ്റെയുമാണ്. എങ്കിലേ ശുശ്രൂഷ സമാധാനം ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിന് തെറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പന ശ്രദ്ധിക്കണം: സാധിക്കുന്നിടത്തോളം സമാധാനത്തിൽ വർത്തിക്കുവിൻ. അപ്പൊ ചോദ്യം, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാര്യം? കലഹം വന്നാൽ, അടി ഉണ്ടായാൽ പിശാച് പിടിമുറുക്കും. ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടി കഴിയുന്നത്ര സമാധാനം. അങ്ങനെയെങ്കിൽ ഏറ്റവും നല്ലത് എന്താണെന്നറിയാമോ? ഇപ്പം ഞാൻ ഒരാളോട് 50% എനിക്കുള്ളൂ. ഞാൻ തോമസ് ഊട്ടിച്ചാനോട്, തോമസ് ഊട്ടിച്ചാ ക്ഷമിക്കണം കേട്ടോ, ഞാൻ എന്തെങ്കിലും അറിയാതെ തോമസ് ഊട്ടിച്ചാൻ മുഖം തരുന്നില്ല, ഒറ്റ വെട്ട്, ഒറ്റ തിരി, ഒറ്റ ഓട്ടം. ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിത് ചിന്തിക്കുക, ദൈവമേ, സമാധാനം ഇല്ലല്ലോ, സംതൃപ്തിയില്ല, മനസമാധാനം പോയല്ലോ. അടുത്ത ദിവസം ഞാൻ കേട്ടു തോമസ് ഊട്ടിച്ചാൻ്റെ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അവിടെ ഓടിച്ചെന്നു, തോമസ് ഊട്ടിച്ച പ്ലീസ്. തോമസ് ഊട്ടിച്ചാൻ എന്നെ നോക്കി പറഞ്ഞു, മേലെ എൻ്റെ അടുത്ത് വന്നു പോരുത്. എൻ്റെ ഉള്ള സമാധാനം പോയി.
പിന്നെ ഞാൻ നടക്കുകയാണ്. എൻ്റെ തോമസ് കുട്ടിച്ച പ്ലീസ്, തോമസ് കുട്ടിച്ച എനിക്ക് പിടി തരുന്നില്ല. എങ്ങനെ സമാധാനം ഉണ്ടാവും? വീട്ടിലൊന്നും ഇതില്ലെന്ന് തോന്നുന്നല്ലേ? ഇങ്ങനൊരവസ്ഥ വരിക നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്, സാധിക്കുന്നിടത്തോളം 50%. പിന്നെന്താ വഴി? നമ്മൾ അസംതൃപ്തരായിട്ട് നടക്കുകയല്ല, മാക്സിമം ശ്രമിച്ചു, നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റുന്നില്ല. ഇനി ആ വീട്ടിൽ പോകാതിരിക്കുന്നതാണ് കലഹമുണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. നീ വീട്ടിൽ പോയാൽ അടി നടക്കും. ആദ്യത്തെ 2 മിനിറ്റേ ഉള്ളൂ സമാധാനം, പഴയ വിഷയം വരും, പ്രശ്നമാവും. അതുകൊണ്ടാണ് നിങ്ങൾ സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുവിൻ എന്ന് പറയുക. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം തിരുവചനത്തിൽ പറയുന്നത്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കണം. എന്താ പരിശ്രമിക്കണം എന്ന് പറയാൻ കാര്യം? പോകാതിരിക്കുന്നതല്ല ചില വീട്ടിൽ. അതാണ് സമാധാനം ഉണ്ടാക്കാൻ നല്ല കാര്യം. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, കലഹമുണ്ടായാൽ പിശാച് മുറിവുകൾ ഉണ്ടാക്കും, അവനതിൽ താവളമുറപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് നമുക്ക് മറ്റുള്ളവരിലെ പൈശാചിക ശക്തികൾ ഒഴിപ്പിക്കുന്ന ശുശ്രൂഷയെക്കാളും നമ്മളിലുള്ള പൈശാചിക സാന്നിധ്യത്തെ ബന്ധിക്കാൻ കർത്താവ് തരുന്ന ഏറ്റവും നല്ല അധികാരമാണ് കലഹങ്ങളില്ലാതെ ജീവിക്കുക. ഇത് ചിലർക്ക് മറ്റുള്ളവരിലെ പിശാചുക്കളെ ഒഴിപ്പിക്കാനുള്ള അധികാരമുണ്ട്, എന്നാൽ ചിലർക്കതില്ല. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. പൗലോസും ശീലാസും പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു അടിമ പെൺകുട്ടി എല്ലാ ദിവസവും പുറകെ നടന്ന് ഇവരെ ഇങ്ങനെ, നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 5-6 ദിവസം നടന്നപ്പോഴും ഇത് തന്നെ പറയുന്നുണ്ട്. പൗലോസ് മിണ്ടുന്നില്ല. ഞാൻ ചോദിക്കുന്നു, പൗലോസ് മിണ്ടിയില്ല, പോട്ടെ, ശീലാസിന് വേണമെന്നുണ്ടെങ്കിൽ കയറി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുവോ എന്ന് പറഞ്ഞുകൂടായിരുന്നു? ശീലാസിനറിയാം ഈ ഡെലിവറൻസ് ശുശ്രൂഷ അത് പൗലോസിൻ്റെ ശുശ്രൂഷയാണ്, അത് പൗലോസ് ചെയ്തോളൂ. ശീലാസ് മിണ്ടിയില്ല. 5-ാം ദിവസം പൗലോസ് അവളിലെ പിശാചിനെ ബഹിഷ്കരിച്ചു. തുടർന്ന് നടന്ന അടിയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഡെലിവറൻസ് ശുശ്രൂഷ എല്ലാവർക്കും ഇല്ല. മറ്റുള്ളവരിലെ പിശാചിനെ ചാടിക്കയറി ബന്ധിക്കരുത്, അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ശുശ്രൂഷയല്ല. എന്നാൽ എല്ലാവർക്കുമുള്ള ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സ്വന്തം ജീവിതത്തിൽ നാരകീയ സാന്നിധ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കാം. എങ്ങനെ? കലഹപ്രിയനായി നിൽക്കരുത് കർത്താവിൻ്റെ ദാസി. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നാരകീയ സാന്നിധ്യങ്ങളെ, അന്ധകാര സാന്നിധ്യങ്ങളെ ബന്ധിക്കാൻ, സാത്താന്യ പ്രവണതകളെ ബന്ധിക്കാനുള്ള അധികാരമുണ്ട്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈശോയുടെ മനോഭാവം. മനുഷ്യനോടല്ല നാം ഏറ്റുമുട്ടുന്നത്, മാംസരക്തങ്ങളോടല്ല നാം എതിരിടേണ്ടത്, മറിച്ച് തിന്മയുടെ ശക്തികളോടാണ്. ഈ അറിവോടുകൂടി കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.